ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചട്ടിയിൽ ചിക്കൻ കറി ഒന്ന് വെച്ച് നോക്കിയാലോ? നിങ്ങൾ ആരൊക്കെ ചട്ടിയിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെന്നൊന്ന് മെൻഷൻ ചെയ്യണേ. വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ ഒരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ തക്കാളി, അതുപോലെ തന്നെ 2 വലിയ സവാളയായിരുന്നു, അതുകൊണ്ട് 2 മതി. നിങ്ങളുടെ കയ്യിൽ മീഡിയം ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഒക്കെ എടുത്തോ കേട്ടോ. ഇതിപ്പം വലിയ സവാള ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 900 ഗ്രാമിൻ്റെ ചിക്കനാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, പെരിഞ്ജീരകം, ബേ ലീഫ്, കറുവാപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, തക്കോല, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ക്യാമറയുടെ ഫോക്കസ് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ചട്ടി ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇനി ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം, കറുവാപ്പട്ട, ആ ഐറ്റംസില്ലേ, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബേ ലീവ്സും അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിടാം, അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ആയിട്ടാണെങ്കിലും ഇടാം കേട്ടോ. ഇനി നമുക്കത് രണ്ടും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിവിടെ 900 ഗ്രാമിൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നാക്കിയിട്ടില്ല, ഫ്രോസൺ ചിക്കനായിരുന്നു, ഞാൻ നന്നാക്കിയിട്ടില്ല. സവാളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റാൻ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നാക്കാൻ പോകാമെന്ന് വിചാരിച്ച്. ആ സമയം കൊണ്ട് നമുക്കിവിടെ മസാല റെഡിയായി കിട്ടുകയും ചെയ്യും. നമ്മുടെ ചിക്കൻ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നിങ്ങൾ ചട്ടിയിൽ വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി എപ്പോഴും പരീക്ഷിക്കുന്നത് നല്ലതല്ലേ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചട്ടിയിലുണ്ടാക്കുന്ന ചിക്കൻ കറിക്ക്. അതുപോലെ തന്നെ ചിക്കൻ മപ്പാസ് ഞാൻ വെക്കാറുണ്ട് ചട്ടിയിൽ, അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു ദിവസം ഞാൻ അതിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ക്രിസ്മസൊക്കെ വരുമല്ലേ, എന്തായാലും മപ്പാസും അപ്പവും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ. എന്തായാലും ഞാൻ ചിക്കൻ മപ്പാസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്രയും വേഗം തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതാ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി മാത്രമുള്ളൊരു ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളേ. പിന്നെ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ നന്നാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിവിടെ കിടന്ന് വഴന്ന് വരട്ടെ നല്ലവണ്ണം. സവാള വഴന്ന് വന്നാലും നമുക്ക് ആ ഒരു ടേസ്റ്റും നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും ഞാൻ പോയി ചിക്കൻ നന്നാക്കിയിട്ട് വരാം. ആ സമയം കൊണ്ട് ഇവിടെ റെഡിയാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയതാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി വെക്കാം. നിങ്ങൾ ചിക്കൻ നന്നാക്കാൻ പോലും ഇടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിച്ചിരിക്കും. ചട്ടിയല്ലേ, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുണ്ടോ, ഏകദേശം നമ്മുടെ സവാളയെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനും അപ്പുറത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം സവാള കണ്ട നല്ലവണ്ണം തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മസാലകൾ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും എരിവുള്ളതും കൂടെ മിക്സ് ചെയ്ത് മുളക് പൊടിയാണ്. ഇനി ഞാൻ ഒരു 2.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാല, അപ്പോൾ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ക്വാണ്ടിറ്റി ഇച്ചിരി കുറയ്ക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ നല്ലവണ്ണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എനിക്കിങ്ങനെ ചിക്കൻ കറിയും മീൻ കറിയൊക്കെ വെക്കുമ്പം ഈ വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മസാലയുടെ അളവ് കൂടുതലായിട്ട് കൂട്ടി എനിക്ക് നല്ല കുറുകി നല്ല കളറോട് കൂടിയൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടം. കാരണം എന്തോ എനിക്ക് നമ്മൾ ചെറുപ്പത്തിലെ മുതൽ അങ്ങനെ കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അതിൻ്റെ കളറെല്ലാം തന്നെ നല്ലവണ്ണം മാറി പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിലാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ റീസെൻ്റ്ലി ഈ ഇടയായിട്ട് മേടിച്ചതാണ് കേട്ടോ. ഈ ചട്ടി മേടിച്ചുകൊണ്ട് വന്ന ആ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ചട്ടി മയക്കിയെടുത്ത് മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചട്ടി മയക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചട്ടി മയക്കി കറി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇതിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ നിങ്ങൾ കയറി കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തക്കാളി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടില്ല, അലുത്ത് വന്നിട്ടുണ്ട്. നല്ലവണ്ണം അലുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും സമയം നമുക്ക് പോകത്തില്ല. കാരണം ഒരു സൈഡിൽ സവാളയൊക്കെ വഴന്ന് വരികയും ചെയ്യും, നമുക്കിപ്പുറത്ത് ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരികയും ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സമയം നമ്മുടെ വെറുതെ പിന്നെ സവാളയൊക്കെ വഴറ്റാൻ വേറൊരു സമയം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഒരു കുക്കിംഗ് ടിപ്സാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കാരണം ഒട്ടും സമയം കളയാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ലേ, മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ആ മസാലയെല്ലാം നല്ലവണ്ണം കഷ്ണങ്ങളിലൊന്നും ആവാൻ വേണ്ടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇനി ഈ സമയത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല സെറ്റായി തന്നെ നല്ല തിളച്ച് വരുന്നുണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചട്ടിയിൽ ചിക്കൻ കറി വെച്ചിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പൊളപ്പൻ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു കേട്ടോ, കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് 2 കറിവേപ്പിൻ്റെ തണ്ട് കൂടി വെച്ച് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വെറൈറ്റി ഒരു ചിക്കൻ മപ്പാസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.